ഹായ് മക്കളെ, സ്കോളർഷിപ്പ്. അതായത് നീറ്റ് ആൻഡ് കീമിന് കേരളത്തിലെ മറ്റേത് സ്ഥാപനങ്ങൾ നൽകുന്നതിനേക്കാളും ബെസ്റ്റ് സ്കോളർഷിപ്പാണ് ഇന്നിവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ല സ്കോളർഷിപ്പ് കിട്ടുന്നതെന്ന് ഏറ്റവും ആദ്യം പറയാം. അതിനു മുമ്പ് മക്കളെ, നിങ്ങളുടെ +1 മാർക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേടാ. 520 എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അത് തന്നെയാണ് ഇതിൻ്റെ റീസണും. അതായത് ഇപ്പം ഞാൻ അനൗൺസ് ചെയ്യുന്നത് നിങ്ങളുടെ +1 മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കൊക്കെ അറിയാം, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി +1 എന്നൊരു ടഫ് സിലബസ്, അതും സയൻസ് എടുത്തിട്ട് നിങ്ങൾ അവിടെ പഠിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ആദ്യത്തെ പരീക്ഷയിൽ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാറുണ്ട്, കാലിടറാറുണ്ട്. അപ്പോൾ അവരൊക്കെ അത് മേക്കപ്പ് ചെയ്യാറുള്ളത് മോഡൽ എക്സാം, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം വെച്ചിട്ടാണ്. പക്ഷേ നിങ്ങളുടെ കേസിലും നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മാത്സിൽ മാർക്ക് പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിൽ പോയിട്ടുണ്ട്, ഫിസിക്സിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കത് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് എക്സാം കിട്ടിയിട്ടില്ല. അങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടാണ് ഒരുപാട് കുട്ടികൾ 520 എത്തിക്കാറുള്ളത്. പക്ഷേ നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് ആ ഫൈനൽ എക്സാമിൻ്റെതാണ്. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് നീറ്റിൻ്റെയും കീമിൻ്റെയും ക്രാഷ് തീരും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൂടെ പരിഗണിച്ചിട്ടാണ് കഴിഞ്ഞ വർഷം വരെ നമ്മളുടെ സ്കോളർഷിപ്പിൻ്റെ ബാർ എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആയിരുന്നു. ഇത്തവണ നമ്മൾ ഒന്നും കൂടെ കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഏത് സ്ഥാപനമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. ഇതാണ് എജ്യൂപോർട്ടിൻ്റെ +1 മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള നീറ്റ് ആൻഡ് കീം ക്രാഷിൻ്റെ സ്കോളർഷിപ്പ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് 100% ഉണ്ട്, 100% ഉണ്ട്. അതായത് 520 520 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പാണ്. അവിടെ എന്താണ്, നിങ്ങൾക്ക് നമ്മളെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിനാണ്, നിങ്ങളുടെ ഹോസ്റ്റലിൽ താമസിച്ചാണ് നിങ്ങൾ ക്രാഷ് എടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫീസ് ഫ്രീ ആണ്. ഹോസ്റ്റൽ ഫീ ഇല്ല, മെറ്റീരിയൽ ഫീ ഇല്ല, രജിസ്ട്രേഷൻ ഫീ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു പൈസയും നൽകാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നമ്മുടെ റെസിഡൻഷ്യൽ ക്രാഷ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ഓൺലൈൻ ആണെങ്കിലും നിങ്ങൾ ഒരു പൈസയും നൽകേണ്ടതില്ല. അപ്പം ഇത് റെസിഡൻഷ്യൽ പ്രോഗ്രാം നിങ്ങൾക്കറിയാം, വളരെ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. എനിക്കൊന്നും ഞങ്ങൾ മാത്രമേ കേരളത്തിൽ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടുള്ള ക്രാഷ് കൊടുക്കുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ആ ലിമിറ്റഡ് സീറ്റ് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പെട്ടെന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിട്ടും കാര്യമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ക്ലാസ്സിലെ ഫുൾ മാർക്കുള്ള കുട്ടികൾക്ക് ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കുക, അവരുടെ സീറ്റ് അവർ ബുക്ക് ചെയ്യട്ടെ. അതേപോലെ തന്നെ നിങ്ങളുടെ പെർസെൻറ്റേജ് 99 ആണെങ്കിൽ, അതായത് 515ൻ്റെയും 519ൻ്റെ ഇടയിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പാണ്. അവിടെ നിങ്ങൾക്ക് ഫീസും മെറ്റീരിയൽ ഫീയും രജിസ്ട്രേഷൻ ഫീ ഒക്കെ നമ്മൾ കവേർഡ് ആണ്. പക്ഷേ ഹോസ്റ്റലിൽ നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ ഫീ മാത്രം നമ്മൾ ചാർജ് ചെയ്യുന്നതായിരിക്കും. ഇനിയോ 98%, അതായത് 510ൻ്റെയും 514ൻ്റെയും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് 50% സ്കോളർഷിപ്പ് ഓൺ എന്താണ് ഫീസ് ആൻഡ് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവും. അതേപോലെ തന്നെ 95ൻ്റെ മുകളിൽ, എനിക്കൊന്ന് 95ന് പോലും പലരും സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല എന്നാണ്. 494 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ 25% എന്താണ് സ്കോളർഷിപ്പ് ഉണ്ടാവും. അത് ഫീസിലും രജിസ്ട്രേഷൻ ഫീസിലും അപ്ലിക്കബിൾ ആണ്. മെറ്റീരിയൽ ഫീസ് മാത്രമേ അഡീഷണൽ ഉണ്ടാവുള്ളൂ. ആൻഡ് ഏറ്റവും അവസാനം നിങ്ങൾക്ക് 468ൻ്റെയും 493ൻ്റെ ഇടയിലാണ് നിങ്ങളുടെ മാർക്ക്. ഒരുപാട് കുട്ടികൾ ആ ഒരു കാറ്റഗറിയിലായിരിക്കും വരിക. നിങ്ങൾക്കും എന്തുണ്ട്, 10% സ്കോളർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, എത്രയും പെട്ടെന്ന്, പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ എന്താണ്, റെസിഡൻഷ്യൽ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്, ലിമിറ്റഡ് സീറ്റ്സ് ആണ്. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ആയിക്കോട്ടെ റെസിഡൻഷ്യലായി ഇത് പൂർണ്ണമായും അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ബാച്ചിൻ്റെ കേസിലൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ എമൗണ്ട് എന്താ പറയുക, ബുക്കിംഗ് ഫീസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് +2 കഴിയുമ്പോഴത്തേക്ക് ബാക്കി ഫീസൊക്കെ അടക്കാവുന്നതാണ്. സോ നിങ്ങളുടെ സ്കോളർഷിപ്പ് കഴിഞ്ഞിട്ട് എത്ര എമൗണ്ടാണ് നിങ്ങൾ അടക്കേണ്ടി വരിക എന്നും ബാക്കി ഡീറ്റെയിൽസൊന്നായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം എന്ത് ചെയ്യും, നിങ്ങളെ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഫോം ഫില്ല് ചെയ്യുക. ആൻഡ് ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും നിങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യാം. ബൈ.